ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സർക്കിട്ടിന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ രജിസ്ട്രേഷനൊക്കെ ആകാറായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കാനുണ്ട് കേട്ടോ. നമ്മൾ ട്രഷറി വഴി വേണം അടയ്ക്കാനായിട്ട്. അതെന്താണല്ലോ നമ്മൾ സ്ഥലം വാങ്ങണമെങ്കിൽ ഗവൺമെൻറ്റിലോട്ട് പൈസ അടയ്ക്കണം. എന്തിനാ ഇഷ്ടപ്പെട്ടില്ല ആ പരിപാടി കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത ശതമാനം അവർക്ക് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ അടച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. കാനറ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ തൂത്തുവാരി എടുത്തിരിക്കുകയാണ്. ഇനി കയ്യിലൊന്നുമില്ല. അപ്പം ഇപ്പോൾ വന്ന വഴി ഞാൻ ഓർത്തു കുറച്ച് ചാള വാങ്ങിച്ചേക്കാം. അത് 2-3 ദിവസമായിട്ട് മീനൊന്നും ഇല്ലാത്തതോടെ നാൻസിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. എല്ലാ ദിവസവും അടുക്കളയിൽ വന്നിട്ട് പരാതിയാണ്. ഞാനെന്നും പട്ടിണിയാണ്. അവൾക്ക് ഈ ചാള ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാനത് 1 കിലോ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് അമ്മേനെ ഏൽപ്പിച്ചു കേട്ടോ. കറി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പം മുകളിലോട്ട് വന്ന് നോക്കിയപ്പോൾ നാൻസി ഇവിടെ എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു റെഡ് ഡ്രസ്സ് ഞാൻ ഷോർട്സിൽ കാണിച്ച് കാണും. നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ട് കാണും. നല്ല രസമുള്ളൊരു ഡ്രസ്സായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള രസമാണ്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെഞ്ചിൽ വരുന്ന ആ യോക്ക് പോർഷൻ അവിടെ വന്നേക്കുന്ന ആ എംബ്രോയ്ഡറി ആട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇത് എല്ലാവർക്കും ചെയ്യാം. പുഷ്പം പോലെ ചെയ്ത് അതുപോലത്തെ ഒരു പൂ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഇതേ സാധാ ഒരു 4 ത്രെഡ് ഇട്ടാൽ മതി കേട്ടോ. ആങ്കർ ത്രെഡിൽ ഒരു 6 ത്രെഡ് കാണും. 2 കളഞ്ഞിട്ട് നമുക്കൊരു 4 ത്രെഡ് ഇട്ടത് ഇതുപോലെ ചുമ്മാ അങ്ങനെ കുത്തി എടുത്താൽ മതി. പൂ വരച്ചിട്ട് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക കാന്താ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കയറ്റി ഇറക്കി ചെയ്യല്ലേ. അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് കിട്ടും. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഭംഗി തന്നെ ആ ഒരു കുട്ടി എംബ്രോയ്ഡറിയിലാട്ടോ ഇരിക്കുന്നത്. അപ്പം ഇലയ്ക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അത് കളഞ്ഞതാ. അതെന്താ കളയാൻ കാര്യം തന്നെ? അത് കഴുത്ത് ചെയ്തപ്പോൾ ശരിയായില്ല. അപ്പോൾ അഴിച്ചു രണ്ടാമത് അതെടുത്ത് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ നല്ലത്. മറ്റേ ഇങ്ങനത്തെ ഒരു സാധനം അല്ലായിരുന്നു നീ ചെയ്ത് വെച്ചേച്ചോ. അത് കൊള്ളത്തില്ല. ഇത് കൊള്ളാം. പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു പീസ് നേരത്തെ ഉണ്ടായിരുന്നു. ഈ പീസ് നാൻസി മാറ്റിയിട്ട് സാധാ നോർമൽ യോക്ക് പോർഷൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അവൾ ആദ്യമേ വിചാരിച്ചത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതിൽ പൂ വരയ്ക്കാം, സെപ്പറേറ്റ് ഒരു പീസ് കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒന്നും കൂടി ഒരു ഭംഗി തോന്നിയത്. അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് വന്നു ഫുഡ് കഴിക്കാനായിട്ട്. നാൻസി ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ട് പോലും കേട്ടോ. രാവിലെ എന്തോ ആർക്കോ വേണ്ടി കഴിക്കണ പോലെ ഒരു ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു പോകും. പിന്നെ ഉച്ചയ്ക്കൊന്നും താഴത്തോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് കറങ്ങി നടന്ന് മടുത്തിട്ട് ഇവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ 2ാമത് അവിടെ പോയി മീൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നത്. കാരണം ഒന്നും കഴിക്കില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ അലവലാതെ സാധനം കഴിച്ചിട്ട് വയറിച്ചിട്ട് നിറയ്ക്കും. 1 2 3 4 മതിയല്ലേ? ചിലപ്പം ഒരു വരവ് കൂടെ വരേണ്ടി വരും. തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയിൽ നിന്നും ചാറ് നമ്മൾ കോരി ഒഴിക്കണം. ഇന്നലെ രാത്രിയിലല്ലേ കാണിച്ചത്. ഫിനിഷ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണു അല്ലേ. എത്ര തട്ടുണ്ടടി? 1 2 3 തട്ടാണ്. ഇതൊക്കെ വല്ലവരും പറയണത് കൊണ്ട് ചെയ്യണം അല്ലേ. പല സാധനങ്ങളും ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഫോട്ടോ എടുത്ത് വെച്ചേച്ചു നമ്മൾ മറന്നു പോകും. നല്ലതാണ് ഗൈസ്, വളരെ നല്ലതാണ്. എനിക്കിഷ്ടമായി. എനിക്ക് എല്ലാവർക്കും ഒരേ ഒരു വിഷമം, എനിക്ക് കിട്ടില്ലല്ലോ. ഈ ജോർജറ്റ് കിട്ടിയിരുന്ന ഒരു ബണ്ടിലാണ്. എന്ത് കളറാണ്. നല്ല നിറം അല്ലേ? അതെ, പരാഗിന്ന് വാങ്ങിയത് കേട്ടോ. അവിടുത്തെ ജോർജറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റാണ്. ഞങ്ങൾ ചോദിച്ചു ഹോൾസെയിലായിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്ക് തരും ഡിസ്കൗണ്ട് ഇട്ടിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് 10% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 10% കിട്ടിയിട്ട് നമുക്ക് അതെങ്ങനെ നമ്മൾ ലാഭത്തിൽ വിൽക്കും എനിക്കറിയില്ല. അത് കുറച്ചും കൂടി കിട്ടിയാലേ നമുക്ക് ഇങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ വില ചോദിച്ചതേ ഉള്ളൂ. നല്ല ഹോൾസെയിലായിട്ടൊക്കെ അന്വേഷിച്ചൊന്ന് ഇറങ്ങണം. ഇങ്ങനെ വെച്ചേച്ചു ഇതിനെ ഇനി ഇങ്ങനെ ആക്കും. വേണമെങ്കിൽ ചേച്ചി ഇത് വള്ളി പോലെ അടിച്ചെടുത്തോ. എന്നുവെച്ചാൽ ഇതിന്റെ പൊക്കത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും 2 സൈഡ്. എന്നിട്ട് കുറച്ച് കട്ടി കിട്ടത്തില്ല. മനസ്സിലായി? എന്നിട്ട് അതിനകത്തോട്ട് ഇലാസ്റ്റിക് കയറ്റി വിടാനാ. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, വള്ളിക്കകത്താക്കാൻ. അല്ലെങ്കിൽ കാണും ഈ വെള്ള ഇലാസ്റ്റിക്, അത് വൃത്തികേടാ. ഇതുപോലെ തലേ വെക്കണ റാവൂല്. അതെ, പിള്ളേരുടെ തലയിൽ വെക്കുന്ന റായാണ്. നിങ്ങൾ കളയാൻ ഉദ്ദേശിക്കുവാണ് എനിക്ക് തന്നേക്കാം.
ഇതൊന്ന് വെച്ച് നോക്കാം, നല്ലതായിരിക്കും, കുഴപ്പമില്ല. എന്താ ഇലാസ്റ്റിക് പുറമേ കാണാതെ എങ്ങനെയത് ഹൈഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ നോക്കുന്നത്. പക്ഷെ ഇതേപോലെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയില്ല, ചീറ്റി പോയിരിക്കുകയാണ്. സാധാ നമ്മൾ പിടിപ്പിക്കുന്ന പോലെ തന്നെ വലിച്ചു വെച്ചൊക്കെ ഇങ്ങനെ ഒരു ബാക്കി നമ്മൾ ഇതിനകത്താക്കിയിട്ട് ശരിയായില്ല കേട്ടോ. കണ്ട ഒരു രസമില്ലാണ്ട് വന്ന് ചുളുക്കി കിട്ടുന്നില്ല. അങ്ങനെ അത് ഫ്ലോപ്പായി. പാളിയ സ്ഥിതിക്ക് ഇനി അടുത്ത പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വെള്ള ഇലാസ്റ്റിക് പുറത്ത് കാണിക്കാതെ എങ്ങനെ അടിക്കുക എന്നാണ് നോക്കണം. ഇതൊക്കെ കാണുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ ഇവർക്ക് ഇത്ര ബോധമില്ലേ എന്ന്. പക്ഷെ ചെയ്തേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാദ്യം ചെയ്താ പോരായിരുന്നു. നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചു. പറയൂ. അപ്പോൾ രണ്ടാമത് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ശരിയായിട്ടുണ്ടോ കേട്ടോ. നമുക്ക് എന്തായാലും വേണമെങ്കിലും നമുക്ക് ചുരുക്കൊക്കെ ഇതേപോലെ വരുത്തിയെടുക്കാൻ പറ്റും. ആദ്യമേ കട്ട ഫ്ലോപ്പായി പോയല്ലോ. ഇനി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇപ്പോൾ കിട്ടില്ലേ. നമ്മൾ സാധാ പിന്നെ നമ്മുടെ പിന്നി വെച്ച് ഇലാസ്റ്റിക് കോർത്ത് അതിനകം വഴി കടത്തി വിട്ടാൽ മതിയേ. അങ്ങനെ സ്ലീവ് എല്ലാം പിടിപ്പിച്ച് നമ്മുടെ റെഡ് ഡ്രസ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തതാട്ടോ. ഇത് കുഞ്ഞാണ്, ആൾ ചെറുതാണ്. 2 കൂട്ടുകാരികളൊക്കെ ആയിട്ടാണ് വന്നിട്ട് നോക്കിയത്. സെറ്റായിട്ടുണ്ട് ചോദിച്ചു, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇവിടുന്ന് പോയത്. അടിപൊളിയായിരുന്നു. ഞാൻ വീഡിയോ കണ്ട് നടക്കാരൊക്കെ. ഓ അതാണ് കുഴപ്പമായത്. ആരാണ്ടും പിസ തിന്നണ വീഡിയോ കണ്ടിട്ട് നാൻസി ഇപ്പോൾ ഒരു ഉഡായിപ്പ് പിസ മേടിച്ച് കഴിക്കുക. എങ്ങനെയുണ്ട്, കൊള്ളാവാ? നമ്മുടെ ബേക്കറി കിട്ടുന്ന പിസ ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. മഞ്ഞ കളറാ അതിനകത്തിന്, മഞ്ഞ കളറ് ശരിക്കും പിസയാണ്. ശരിക്കും ഓളത്തിനടി ചില പിസയൊന്നും. ശരിക്കും പിസ വേണമെങ്കിൽ പിസ ഹട്ടിന് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാൻസി ചെയ്യുന്നത് നമുക്ക് പോയാലോ, തിന്നാൻ ഭയങ്കര കൊതി എന്ന് പറഞ്ഞു കേട്ടോ. ഇനി പിസ ഹട്ട് പോകണേ എവിടം വരെ പോകണേ, എറണാകുളം വരെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഞാൻ 2 ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ. അതും കഴിച്ചപ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടി. നാൻസി ഉച്ചക്കത്തെ ചോറിന് പകരം അതാണ് കഴിച്ചേക്കുന്നത്. അതാണ് അവളുടെ ഭക്ഷണം. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. പൂച്ച തിന്നണ പോലെ ഏട്ടാ കഴിക്കണത്. അപ്പം നമ്മുടെ ഒരു ബ്ലൗസ് ഉണ്ട്. ഇത് കല്യാണപ്പെണ്ണിൻ്റെ കല്യാണ ചെറുക്കൻ്റെ പെങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സാട്ടോ. അപ്പോൾ വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ആതിര ചേച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ടുള്ള കഴുത്തില്ലേ, അതേപോലത്തെ ഒരു നെക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വർക്ക് ചെയ്ത ബ്ലൗസ് ഇങ്ങനെ ബാക്കിൽ കയറി ഇരുന്ന് ചെയ്യുന്നത്. അങ്ങനെ അതവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് വേറെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. 2 പേർക്കും ചേച്ചി അനിയത്തിമാരാണ്. 2 പേർക്കും ഒരേപോലെ ഒരു കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇത് അനിയത്തി കുഞ്ഞിൻ്റെയാണ്. പിന്നെ മൂത്ത ആളുടെയും കൂടി അപ്പുറത്തിരിപ്പുണ്ട്. അപ്പം തകൃതിയായിട്ട് ഇവിടെ നല്ല സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുക. നാൻസി ആണെന്നുണ്ടെങ്കിൽ ഇത് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചിമാർക്ക് നമ്മൾ സാറ്റർഡേ ആണ് പൈസ കൊടുക്കുന്നത്. നാൻസി ഭീകരം കണക്കുകൂട്ടൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇത് എടുത്ത് കാണിക്കാനായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണിത്. രസം നല്ലൊരു നിറാണ്. പക്ഷെ ആ സ്ട്രൈപ്സ് ചെയ്യുന്ന താഴത്തോട്ട് പോയേക്കുന്നതാണല്ലോ. അത് അംബ്രല കട്ട് വെട്ടുമ്പോൾ അതിന്റെ ലെവലൊക്കെ ഒന്ന് മാറും. അയ്യോ ഈ കൊല്ലം കൊളാകുമല്ലേന്നറിയാം. ആദ്യത്തെ കൈനീട്ടാണ്. അതെ, വേറൊരു മനുഷ്യൻ തന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും പരസ്പരം കൈനീട്ടം കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഈ കൊല്ലത്തെ വിഷു തീർന്നുണ്ട്. ഇത് സാറ്റർഡേ ആണ്, വിഷു തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഓശാന ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് എണീറ്റ് ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ കിയാനെ ഞങ്ങൾ കൊണ്ടുവന്നില്ല, അവളവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനും നാൻസിയും കൂടി എന്നാൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങി. ഈ ആൾക്കാരൊക്കെ അമ്പലത്തിലോട്ട് പോകണവരാട്ടോ. നമ്മുടെ വടക്കുപുറത്ത് പാട്ടിൻ്റെ സമാപന ദിവസമാണ്. അങ്ങനെ പള്ളിയിൽ ജയ്സൺ കുറച്ച് ഇടയ്ക്ക് വെച്ച് അവളെ കൊണ്ടുവന്ന് ആക്കി കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. മഴ ആയതുകൊണ്ട് പ്രദക്ഷിണമായിട്ടൊന്നും നമ്മുടെ വേറെ വലിയ പള്ളിയിലോട്ട് പോയില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു ധൃതിപ്പാടാണ്. കട്ടൻ ചായക്കാരോട്ടോ. ഞങ്ങൾ ആദ്യമേ തന്നെ കട്ടൻ ചായ മസാലപ്പൊടികൾ ഇട്ട, മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൊട്ടച്ചോ കറി. സാമ്പാറിന് പീസ് പരിപ്പ് ഇല്ല പുള്ളേ. സാമ്പാർ വേണ്ടമ്മ. സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ മുതല് പ്രൊസീജിയേഴ്സ് മാറ്റിയാൽ മതി. നേരെ സാമ്പാർ ഇടുക, പക്ഷെ പരിപ്പില്ല. ഇതിന് സാമ്പാറാക്കാൻ വല്ല മാർഗം ആക്കിക്കോ. മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവരെവിടെ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ എന്നാൽ നാൻസിക്ക് ഒരു മരുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കിഡ്നി സ്റ്റോണിൻ്റെ ഈ ഒരു സിറപ്പ് കഴിക്കുമ്പോൾ മാറാറുണ്ട്. ഇനി അതിൻ്റെയാണ് വേദന എന്നുണ്ടെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചു. ഉവാവ് മരുന്ന് കൊടുക്കുവാ വാവാ. ആന്റിക്ക് ഉവാവ് വന്നു വാവേ. മരുന്നുണ്ടോ?
അയ്യോ എന്ത് ചെയ്യും മൂക്ക് പൊത്തണേ. നമ്മുടെ അപ്പുറത്തെ പള്ളിയിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെയാണ് അവിടെ പാട്ടൊക്കെ കേൾക്കുന്നത്. നമ്മുടേത് ഇത്തിരി വേഗം തീരും, അവരുടെ ഇത്തിരി സമയം എടുക്കും. യാഗോബിറ്റ്സുകാരുടെ കുർബാനയൊക്കെ ഇത്തിരി മണിക്കൂറുകൾ നീളും കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അതിനിടയ്ക്കാണെങ്കിൽ 2 ചെറിയ മിക്സിയുടെ ജാറും കറങ്ങുന്നില്ല, ജാമായിട്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ഇച്ചിരി ചമ്മന്തി അരയ്ക്കാനായിട്ട് വലിയ കോട്ടൺ ജാറിലാണ് അരച്ചെടുത്തത്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു നമ്മളെ പണിക്കിറങ്ങിയിരിക്കുകയാണ്. ഞായറാഴ്ച ധന്യ ചേച്ചിയോട് വന്നൊന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം തിങ്കളാഴ്ച അവർ വിഷു ആയതുകൊണ്ട് ലീവാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ചുരിദാർ വെട്ടിക്കൊണ്ട് ചുരിദാറിനാണെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന പീസിനൊന്നും തുണി ഒട്ടും തികയത്തില്ല കേട്ടോ. ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പീസ് മുഴുവൻ ആൻസ് വെട്ടിക്കൂട്ടി എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ധന്യ ചേച്ചി കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് പോയി എൻ്റെ ബാലൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇതേപോലത്തെ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പും വേണം, പുറത്ത് ഇതേപോലത്തെ ഒരു ഷ്രഗും വേണം. കാണുമ്പോൾ ഭയങ്കര നിസ്സാരമാണ്, പക്ഷേ ഷ്രഗ് ഇച്ചിരി പണിയാണ് കേട്ടോ. ഇതാണ് കേസ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് അറിയാം. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റീരിയലാണ്. ഓർഗൻസയിൽ തന്നെ പലവിധം ഓർഗൻസ ഉണ്ട്. ചിലത് നമ്മുടെ കയ്യിൽ പിന്നെയും ഒതുങ്ങിക്കോളും, കുഴപ്പമില്ല. പക്ഷേ ഇത് തീരെ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ വരുവാന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്യുവാണ്. അതിനിടക്കാന്നുണ്ടെങ്കിൽ നാൻസിക്ക് വേറൊരെണ്ണം ഈ ധന്യ ചേച്ചി അത് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് കൊടുക്കാനായിട്ടുള്ള വെട്ടൽ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതുണ്ടല്ലോ ഈ ബാന്തിനി പ്രിൻ്റ് എന്ന് പറഞ്ഞ സംഭവം, അത് ഒറിജിനലായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് അഴുക്കുകളൊക്കെ ആണ്, ഈ കല്ലൊക്കെ കെട്ടിയിടുന്നതിൻ്റെയാന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തയ്ക്കാൻ കൊണ്ടുവന്ന ചേച്ചി അത് വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയതിന് ഇച്ചിരി ഏങ്കോണിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തേച്ച് അയൺ ചെയ്ത് എങ്ങനെയൊക്കെ വലിച്ചു പിടിച്ചൊക്കെയാണ് അത് കട്ട് ചെയ്യാനായിട്ട് അവിടെ മാറ്റിയിട്ടേക്കുന്നത്. കൈ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോന്ന് ചോദിക്കട്ടെ. സ്ലീവ്ലെസ് ആക്കിയ കുഴപ്പമുണ്ടോ? ടോപ്പ് അങ്ങനെയാണ്, സൗകര്യം കൂടി വേണം. എങ്ങനെ നോക്കിയിട്ട് ധന്യ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് നാൻസി എന്തെങ്കിലും ഒന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞ് കൊടുത്തതാട്ടോ. നാൻസി എന്നിട്ട് പകുതിക്കുന്നൊക്കെ അടിച്ചെടുത്തൊക്കെ എങ്ങനെയൊക്കെ റെഡിയായിട്ട് ഒന്നും ശരിയായില്ല. അവസാനം എല്ലാം അഴിച്ച് കളഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഫ്യൂസിങ് ടേപ്പില്ല, ടേപ്പ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളത് മടക്കി അടിച്ച്. എന്നിട്ട് വലിയ വൃത്തിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ടോ, അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ചും മിനുക്ക് പണികളും കൂടി ഇതിനകത്ത് നടത്താനുണ്ട് കേട്ടോ. ഇത് മുഴുവൻ, ആ ടോപ്പ് മുഴുവൻ, അതായത് ഓവർകോട്ട് മുഴുവൻ ഹെം ചെയ്താണ് വെച്ചേക്കുന്നത്. അത്ര ഒരു നമുക്കിങ്ങനെ ഇണക്കത്തിന് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആളിടുമ്പോഴേ അറിയത്തുള്ളത് എങ്ങനെയാണ്. സ്ലീവിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഹെം ചെയ്ത് വെക്കാനുള്ളതാണ്. അതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. സിബ് ഉണ്ട് കേട്ടോ, സിബ് വേണമെന്ന് പറഞ്ഞിരുന്നു ഫീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. നാൻസിയുടെ ഫ്രണ്ടിനുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പേടിക്കണ്ട. അങ്ങനെ ഞാൻ താഴത്തോട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് മീൻ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കായൽ മീൻ. ചേച്ചി എന്നോട് ചോദിച്ചത് തന്നെ, ചേച്ചി കറിക്ക് എന്താ? അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി, ഇന്നും പട്ടണിയാന്ന് പറഞ്ഞ് ഇരുന്ന് താഴത്തോട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ വീണ്ടും നേരെ അമ്മയുണ്ടല്ലോ നേരെ മുകളിലോട്ട് കയറി ചെന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം തയ്ച്ച് കൊടുത്ത പട്ടുപാവാടയൊക്കെ ഇല്ലേ, ആ ഒരു ധാവണി സെറ്റൊക്കെ, അത് ഒരെണ്ണം ഇട്ടിട്ട് ആൾ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ഡ്രസ്സില്ലേ കാണാനായിട്ട്, ചേച്ചി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ ചെയ്ത വെച്ചാൽ ബ്ലൗസില്ലേ, അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആളിട്ട് വന്നപ്പോഴത്തേക്കും ബാക്കിൽ ഒരു ഇച്ചിരി കയറിപ്പോയി കേട്ടോ, നെക്കെ. അതൊന്ന് ഇറക്കണം. അപ്പോൾ അവർ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതെല്ലാം അഴിച്ച് ഒന്നും കൂടി പണിത് വെക്കണം. അപ്പോൾ നമ്മുടെ ധന്യ ചേച്ചി അടുത്തതിനോട്ട് കടന്നു, മറ്റേത് മാറ്റി വെച്ചല്ലോ. ഇതൊരു സ്ലിറ്റർ ടോപ്പാട്ടോ. അങ്ങനെ ഇതും കൂടി തയ്ച്ചിട്ട് ആൾ പോയിട്ടുണ്ട്. അന്നത്തെ ദിവസം ഒരു സ്ലിറ്റർ ടോപ്പും കോട്ടും തയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. കോട്ട് നല്ല പണിയായിരുന്നു തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ താഴത്ത് വന്നപ്പോൾ നമ്മുടെ അമ്മ കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിച്ചു. ഗായ്സ്, നമ്മളിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. വൈക്കത്തമ്പലത്തിൽ എന്താ പറയേണ്ടത്, വൈക്കത്തമ്പലത്തിൽ വടക്കുപുറത്ത് പാട്ടിൻ്റെ സമാപന ദിവസമാണിന്ന്. നാളെ വിഷു ആണല്ലോ, ഇന്നത്തോടു കൂടി തീരും കേട്ടോ. അപ്പം നമ്മൾ ഓർത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന്. പോകണ്ടെന്ന് വിചാരിച്ചത് കേട്ടോ, കാരണം നമ്മൾ മടുത്തായിരുന്നു. പിന്നെ ഒരു രസമല്ലേ ഈ വീടിനകത്ത് ഇരിക്കണത്, ഭേദം പുറത്തിറങ്ങി രണ്ടുപേരെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എന്നിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബജ്ജി ഭയങ്കര ഇഷ്ടമാണ്, ഈ മുളക് ബജ്ജി. അതും ചൂടോടെ ഒരു പ്രത്യേക, ചിലവർ നല്ല പൊങ്ങിയിട്ടുള്ള ബജ്ജിയൊക്കെ കിട്ടുമല്ലോ, നല്ല ബജ്ജി. അതാണെന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല എരിവുള്ള ബജ്ജിയും എരിവുള്ള ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇന്നും കൂടി മേടിച്ച് കഴിക്കണമെന്നുണ്ട്. അവിടുത്തെ ബജ്ജി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, മലയാളികൾ ഉണ്ടാക്കണമായിരുന്നു. ടേസ്റ്റിനാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കോളിഫ്ലവർ ബജ്ജിയൊക്കെ 2 മേടിച്ച് കഴിക്കണുണ്ടായിരുന്നു.
ഞാനും കഴിപ്പിന് പുറകോട്ടല്ല. നമ്മുടെ നാൻസിയാണ് ബട്ടൺ. അവർക്ക് ഈ ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇച്ചിരിയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ, വായിലോട്ട് ഇങ്ങനെ വെക്കണ പോലെയൊക്കെ ഒന്ന് അഭിനയിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ വടക്ക് പുറത്ത് പാട്ടെന്ന് പറയണത് ഈ അമ്പലത്തിൻ്റെ വടക്ക് സൈഡിലായിരിക്കും ഇതുപോലെയൊക്കെ തട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ ഈ കളം വരയ്ക്കണ പരിപാടിയാക്കി. അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വന്നിട്ട് കാണാൻ പറ്റിയില്ല കേസ്. കളം വരയ്ക്കണത് ഏറ്റവും അവസാനം വലിയ കളമെന്ന് പറഞ്ഞേ. അത് പക്ഷെ ഭയങ്കര ക്യൂ. ഞാൻ എവിടെയെങ്കിലും കയറാവാൻ പറ്റി നോക്കിയിട്ട് നടന്നില്ല, ഭയങ്കര ക്യൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല, കണ്ടില്ല, ഇങ്ങോട്ട് പോകുന്നു. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഈ അമ്പലത്തിൽ ഇടക്കിടക്ക് മണ്ണ് വന്നു നിറയ്ക്കുമോ ഇല്ലേ? നിങ്ങളൊന്ന് പറയണേ. നാൻസി പറഞ്ഞ ഇടക്കിടക്ക് മണ്ണ് കൊണ്ടുവന്ന് ഇടുമെന്ന്. അങ്ങനെയാണോ? അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. അപ്പം കളം കണ്ടില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റാവുന്നതുകൊണ്ട് തന്നെ വേറൊരാൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കളം. ഇതിങ്ങനെ വരച്ചിട്ട് അവസാനം വെളുപ്പാങ്കാലത്താകുമ്പോൾ ഇങ്ങനെ തൂത്ത് കളയൂലേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് നമ്മുടെ ഇന്നത്തെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈയിടെയായിട്ട് ഒരു ഇച്ചിരി ചെടി സ്നേഹം കൂടിയത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ചെടി കണ്ടപ്പോൾ ഒരാഗ്രഹം ഒരെണ്ണം വാങ്ങണമെന്ന്. അങ്ങനെ നമ്മളൊരു ചെടി വാങ്ങിച്ചിരിക്കുകയാണ്. അവൻ്റെ പേരാണ് ജെയ്ഡൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.